UDF-ന്റെ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നയ സമീപനങ്ങളെ സ്വാധീനിക്കാൻ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അല്ലെ SDP-ക്കൊക്കെ കഴിയും എന്ന് വരുന്നതും ഒരുപക്ഷെ ഒരു വലിയ ആരോപണത്തിന്റെ കുന്തമുനയായിട്ട് ഞാൻ കാണുന്നു. അസിദ സഗീർ, ഇവിടെ ഇപ്പോൾ MK മുനീറിനെ മാറ്റി നിർത്തിയത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ കൊണ്ടാണോ അല്ലയോ എന്നതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിൽ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ട് എന്നത് ഫാക്ട് ആണ്. മാത്രമല്ല MK മുനീറിൽ നിന്നും ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രഖ്യാപനം നടത്തുമ്പോൾ മറ്റൊരു കാര്യം, MK മുനീർ ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെതിരെ ഇനി എന്തൊക്കെ ആരോപണം ഉണ്ടായാലും മുസ്ലിം ലീഗിനെ തള്ളി പറയില്ല എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിലേക്ക് വരുമ്പോൾ SKN കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാണക്കാട്ട് നിന്നുമാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അതിലൊരു മോശം പരാമർശമുണ്ട്. ലീഗിനെ തള്ളിപ്പറയാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? അദ്ദേഹത്തിന്റെ തറവാട് ഈ സാഹചര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് പറയാം, ഒരു സാഹചര്യത്തിലും പറയില്ലല്ലോ. അല്ല, ഈ സാഹചര്യത്തിൽ എന്തായാലും കഴിയില്ല. അല്ല, വ്യക്തിപരമായ കാരണങ്ങൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഹാഷ്മി നിങ്ങളുടെ അത്ര അനുഭവം അപക്വമാണ് ചുരുങ്ങിയ ഒരു മനുഷ്യന്റെ അനാരോഗ്യത്തിലാണ് നമ്മൾ കളിയാക്കുക. അദ്ദേഹത്തിന്റെ തറവാട് ചെക്ക് ചെയ്താണ്. അനുഭവ പരിചയത്തിന്റെ ഒരു കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.